നമസ്കാരം, ഞാൻ അനൂപ്. ലൈഫ് സൈക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കൊണ്ടുവരിക്കുന്നത് പഴയകാല മോഡലായ ബജാജ് ചേതക്കാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 1998 മോഡല് ബജാജ് ചേതക്കാണ്. ഒരു കാലത്ത് ഇടനിലക്കാരുടെ ഒരു ഫാമിലി വാഹനമായിരുന്നു ബജാജ് ചേതക്ക്. 1972 മുതൽ 2006 വരെ ഉണ്ടോ നമ്മുടെ ചേതക്ക് വിപണിയിലുണ്ടായിരുന്നത്. ഇത് ചേതക്ക് നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ 1972 ഇറ്റാലിയൻ ബ്രാൻഡായ വെസ്പയുടെ ഡിസൈൻ ലൈസൻസ് വാങ്ങിയിട്ടാണ് ബജാജ് ആദ്യമായിട്ട് ചേതക്കിനെ നിർമ്മിച്ചത്. പിന്നീട് 1980കളിൽ സ്വന്തം ഡിസൈനിൽ ബജാജ് ചേതക്കിനെ ഇറക്കി തുടങ്ങി. ആ മോഡല് ബജാജ് ചേതക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. ബജാജ് ചേതക്കിന്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് LMLന്റെ NV എന്നൊരു മോഡലായിരുന്നു കേട്ടോ. ഈ NV എന്ന മോഡലും ഇറ്റാലിയൻ ബ്രാൻഡായ വെസ്പയിൽ നിന്നും കടമെടുത്ത PX 150 എന്ന ഡിസൈനിൽ നിന്നാണ് നിർമ്മിച്ചിരുന്നത് കേട്ടോ. നമുക്കിനി നമ്മുടെ ചേതക്കിനെ ചുറ്റി കാണാം കേട്ടോ. അവിടെ മുൻവശ കാഴ്ചയിലേക്ക് വരുമ്പോൾ ഒരു ഹാൻഡിലിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു റൗണ്ടിൽ ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഹാലജൻ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ പഴയ ബജാജിന്റെ ലോഗോ കാണാം, ബജാജ് എന്നൊരു എംബ്ലം കാണാം. പിന്നെ ചേതക്ക് എന്നുള്ളൊരു എംബ്ലം ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ സൈഡിലേക്ക് ആയിട്ട് ഇൻഡിക്കേറ്ററിൽ രണ്ടും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ സ്കൂട്ടറുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ പണ്ടത്തെ ചേതക്ക്. ഈ ഫുട് ബോർഡ് ചേസും ഇതെല്ലാം ഒരേ ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ മഡ് ഗാർഡ് ആണെങ്കിലും മെറ്റൽ മഡ് ഗാർഡാണ്. പിന്നെ വീലിൻ്റെ ബ്രേക്ക് ഡ്രമ്മും എല്ലാം കൂടി അറ്റാച്ച് ചെയ്ത ഒരു മോഡലാണിത്. പിന്നെ ഇതിൻ്റെ ഷോക്ക് എന്ന് പറയുന്നത് കോയിലും ഷോക്ക് അബ്സോർവറും സെപ്പറേറ്റ് ആയിട്ടൊരു ഷോക്ക് സിസ്റ്റമാണ് ചേതക്കിന് കൊടുത്തിരുന്നത്. ചേതക്കിലുണ്ടായിരുന്ന എഞ്ചിൻ 150 cc 2 സ്ട്രോക്ക് എഞ്ചിനായിരുന്നു കേട്ടോ. പിന്നെ ഒരു 4 സ്ട്രോക്ക് എഞ്ചിനും ചേതക്കിലുണ്ടായിരുന്നു. 1972 മുതൽ 2002 വരെ 2 സ്ട്രോക്ക് എഞ്ചിനിലാണ് നമ്മുടെ ചേതക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എമിഷൻ നോംസിൻ്റെ വരവോട് കൂടിയൊക്കെ അത് 4 സ്ട്രോക്കിലേക്ക് മാറ്റി. 4 സ്ട്രോക്കിലേക്ക് മാറ്റി വെറും 4 കൊല്ലം മാത്രമാണ് നമ്മുടെ ചേതക്ക് വിപണിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 2 സ്ട്രോക്ക് വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഈ വണ്ടീനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട. ഒറ്റ സ്റ്റാർട്ടിൽ വണ്ടി കണ്ടീഷനാണ്. 98 മോഡലാണ് ഒരടിക്കൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഗിയർ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഗിയറിൻ്റെ പൊസിഷൻ്റെ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഫസ്റ്റ് എന്നുള്ള ലെറ്റർ വീടിൻ്റെ ഫസ്റ്റ് ഇട്ടു, ഫസ്റ്റ് വീടും. പിന്നെ ന്യൂട്രൽ സെക്കൻഡ് വീടും, തേർഡ്, ഫോർത്ത്, ഇങ്ങനെയാണ് നമ്മുടെ ഗിയർ സിസ്റ്റം. ഞാൻ ആകെ ഒരു പ്രാവശ്യം ചേതക്കും വെസ്പയ്ക്ക് ഓടിച്ചിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഓടിച്ചു നോക്കാം. ചേതക്കൊന്നും റോഡിൽ ഓടിച്ച് നമുക്ക് പരിചയമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ റോഡിലേക്ക് ഇറക്കണില്ല. എന്തായാലും നമുക്ക് വാഹനം ഓഫ് ചെയ്യാം. പണ്ടത്തെ സ്കൂട്ടറും ചേതക്കൊക്കെ സെൻട്രൽ സ്റ്റാൻഡ് ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പോഴത്തെ ബൈക്ക് പോലെയല്ല. ഇപ്പോഴത്തെ ബൈക്ക് നമ്മൾ ചവിട്ടി കൂട്ടി വലിച്ചിടണ പോലെ നമുക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടിടാം. സിമ്പിളായിട്ട് നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടു. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വാഹനമാണ്. കൂട്ടുകാരൻ്റെ അച്ഛൻ 98 വാങ്ങിയിട്ട് ഇതുവരെ ഓണർഷിപ്പ് മാറ്റുകയോ പെയിൻറ്റ് മാറ്റുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വാഹനം ഇത്രയും മിൻ കണ്ടീഷനിൽ നമ്മുടെ കൂട്ടുകാരൻ കൊണ്ടു നടക്കുകയാണ്. 2000 കാലഘട്ടങ്ങളിൽ കാറുകളുടെ അതിപ്രസരവും ബൈക്കുകളുടെ കോമ്പറ്റീഷനുമായി പിടിച്ചു നിൽക്കാൻ വന്നപ്പോഴാണ് ബജാജ് ചേതക്കിനെ ബജാജ് വിപണിയിൽ നിന്നും പിൻവലിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ 2005 പ്രൊഡക്ഷൻ നിർത്തുകയും 2006 ജനുവരി മാസത്തിൽ വിപണിയിൽ നിന്നും പൂർണ്ണമായും ചേതക്കിനെ ബജാജ് പിൻവലിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ചേതക്കിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ ശരി കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ഇവിടെ പറയാം.